ഇതൊക്കെ ഇതിനു മുമ്പും കുറേ അധികം പേര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ നിങ്ങളിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്നതാണ് കാര്യം. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യമാണ് വലുതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞവരെ എല്ലാം തന്നെ ഉപേക്ഷിക്കണം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ കണ്ട് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തുന്ന നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇപ്പോഴും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങളുടെ ആ വലിയ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അത് വെച്ച് നിങ്ങളുടെ വലിയ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. ലക്ഷ്യങ്ങൾ കാണാൻ വേണ്ടി ഈ വീഡിയോ കാണുന്ന പലർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ലക്ഷ്യം നേടാൻ വേണ്ടി നിങ്ങൾ ആദ്യമായി ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഒന്നിൽ കൂടുതൽ ആളുകളോട് അഭിപ്രായം അന്വേഷിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുൻപേ ആ ലക്ഷ്യം നേടിയെടുത്ത ആരോടെങ്കിലും നിങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടാവാം. അതൊരാളായിരിക്കില്ല, ചിലപ്പോൾ ഒന്നിലധികം പേരോട് ചോദിച്ചിട്ടുണ്ടാവാം. അവരെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അവരുടെ അനുഭവങ്ങൾ തന്നെ കിട്ടണമെന്നില്ല. അവരൊരു പക്ഷേ നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും പങ്കുവെക്കും. ഇനി നിങ്ങൾക്ക് മറ്റൊരാളുടെ അനുഭവം അറിയണം എന്ന് തന്നെ ഉണ്ടെങ്കിൽ ആ മേഖലയിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളോട് അഭിപ്രായങ്ങൾ അന്വേഷിക്കുക, അതും ഏതെങ്കിലും ഒരാളോട്. രണ്ടാമതായി, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അച്ചീവ്മെൻറ്റ് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരു മാർഗം മാത്രം സ്വീകരിക്കാതെ ഒന്നിൽ കൂടുതൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക. കുറഞ്ഞത് അതിനുവേണ്ടി 3 വഴികളെങ്കിലും നിങ്ങൾ കണ്ടുവച്ചിരിക്കണം. അതും ആദ്യത്തെ ഒരു വഴി കണ്ടുപിടിക്കുന്ന അതേ ടൈമിൽ. അച്ചീവ്മെൻറ്റിൻ്റെ ആ ഒരു വഴി അടഞ്ഞാലും മറ്റ് 2 വഴികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം. ഒന്നിൽ പഴിച്ചാൽ 3 കേട്ടിട്ടില്ലേ? അതുപോലെ ഓർക്കുക, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി അത് നല്ല വഴി ആയിരിക്കണമെന്ന് മാത്രം. ഉഡായിപ്പ് വഴികൾ സ്വീകരിക്കുന്നത് കൊള്ളാം, പക്ഷേ പണി വാങ്ങാതിരിക്കുക. ഇനി 3ാമത്തെ കാര്യം, അത് ഇമോഷണൽ കണക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പലപ്പോഴും ചിലപ്പോൾ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയായിരിക്കും. അതൊരു പക്ഷേ നമ്മുടെ റിലേഷൻഷിപ്പ് ആയിരിക്കും, നമ്മുടെ ഫാമിലി ആയിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ഇതിൽ തന്നെ ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും എടുത്തു പറയാം. പലപ്പോഴും ഒരു ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഒരു താഴ്ത്തിക്കെട്ട് അനുഭവപ്പെടുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും അതുപോലെ റിലേഷൻഷിപ്പുകളുടെ ഇടയിലും ഒക്കെ ആയിരിക്കും. അവരുടെയൊക്കെ ഡീഗ്രേഡിങ് ഒരു പക്ഷേ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ നടത്തിയപ്പോൾ ഉണ്ടായ തോൽവികളുടെ പേരിലായിരിക്കും. അവർ വേണേൽ പറയും, നീ ഇപ്പോൾ കുറേ ആയാലും ഇതിനു വേണ്ടി നടന്ന് തോറ്റു തുന്നാൻ പാടുന്നു, ഇനിയെങ്കിലും നിർത്തിക്കൂടെ, നിനക്കിത് പറഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യമാണ് വലുതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞവരെ എല്ലാം തന്നെ ഉപേക്ഷിക്കണം. എത്ര വലിയ തിക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും എത്ര കാലത്തെ റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് പോട്ടെ, അവർ നിങ്ങളെ അതിൻ്റെ പേരിൽ കളിയാക്കുന്നുണ്ടെങ്കിൽ, ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യണം. അവരുമായിട്ടുള്ള സകല ബന്ധങ്ങളും നിങ്ങൾ അവസാനിപ്പിക്കണം. ഇനിയും നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പറ്റത്തില്ല, ശരി എങ്കിൽ കഴിവതും അവരുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അവരുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ കുറയ്ക്കുക. ഇതൊക്കെ ഇതിനു മുമ്പും കുറേ അധികം പേര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്നതാണ് കാര്യം. നിങ്ങളുടെ അച്ചീവ്മെൻറ്റിന് വേണ്ടി അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് പോട്ടേന്ന് വെക്കാം. പക്ഷേ അവർ നിങ്ങളെ ആ ഗോളിൽ നിന്നും, നിങ്ങളുടെ അച്ചീവ്മെൻറ്റിൽ നിന്നും, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധം നിങ്ങൾ അവസാനിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അച്ചീവ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യണം. അതെത്ര വലിയ ബന്ധമാണെങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ പ്രാധാന്യം അത് എത്ര വലുതാണെന്നും നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.